പഠിക്കുന്ന നമ്മുടെ അധ്യാപകരെ ഓരോരുത്തരെയും വിളിക്കുവാനും കാണുവാനും എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ബഹുമാനം തീർച്ചയായിട്ടും അതുപോലെ നമ്മൾ കാണിക്കുന്നുണ്ട്, ഏറെ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളെ തിരിച്ചും അതിലേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തരെയും ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രിൻസിപ്പാൾ സാറിന്റെ പോലെ എനിക്ക് വയ്യട, ഞാൻ വരാൻ പറ്റിയല്ലോ, എന്നാലും ഞാൻ നോക്കാടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കുള്ള ഒരു ആ കരുതല്, സ്നേഹം ഒക്കെ അല്ലാതെ നമുക്കൊരു സ്നേഹം കൊണ്ടുള്ള ഒരു വീർപ്പുമുട്ടൽ എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയുണ്ട്. എല്ലാവരെയും വിളിക്കാനും കിട്ടാനും ഒത്തിരി തിരക്കുണ്ടായിട്ടും രവി സാറിന് ഡബിങ് മാറ്റി വെച്ചിട്ടാണ് ഇവിടെ എത്തി. അതുപോലെ ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങൾ എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും തിരക്കുകളും ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്നതിൽ ഹൃദയത്തിൽ തട്ടിയ നന്ദി ആദ്യമേ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വാഗതം പറയാം. ഞങ്ങള് സഹപാഠികൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നൊന്നുമില്ല, കാരണം അവർക്ക് നന്ദി അർഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് സംഘാടകരാണ്, അല്ലെ? എല്ലാരും കൂടി വിളിച്ചു കൂട്ടുന്നവരാണ്. ഞാനിവിടെ ലിൻസിയോടും അനിതയോടും ഒക്കെ ഞാൻ പറയാറുണ്ട്, എല്ലാവരെയും വിളിച്ചോണമെന്ന് ചുമതലപ്പെടുത്താറ്. എല്ലാവരെയും എത്ര വിളിച്ചു എന്നുള്ള ഒരു അതിന്റെ ആത്മാർത്ഥക്കുറവ് എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. 18 പേരാണ് ആകെ നമ്പറായത്. അതിൽ തന്നെ 3 പേര് വരികയാണെന്ന് പറയും. 15 പേരായപ്പോഴത്തേക്കും ആകെ ഡള്ളായി. അപ്പം ആകെ ഒരു മാനസിക വിഷമം. 2 വർഷം നന്നായിട്ട് സംഘടിപ്പിച്ച 25 പേര് കഴിഞ്ഞ വർഷം പങ്കെടുത്തതാണ്. അതിന് മുമ്പ് 22 പേര് പങ്കെടുത്തതാണ്. പിന്നെ 15 പേരിലേക്ക് താഴ്ന്നു പോകുമ്പോൾ ഈ പരിപാടി പിരിച്ചു വിട്ടാൽ മതി, പിന്നെ പ്രതീക്ഷിക്കാൻ വകുപ്പൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ 8 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രൂപ്പ് സ്ഥാപിച്ച അജികുമാർ എന്നാണ്. അദ്ദേഹമാണ് എല്ലാവരും ഒരുമിച്ച് കൂടണമെന്നുള്ള ഒരു ആഗ്രഹം ആദ്യമായിട്ട് നമുക്ക് വെച്ചത്. നമുക്ക് ആൾക്കാരെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം സ്കൂളിലാണെങ്കിൽ മിക്കവാറും അതിന് ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ജീവിക്കുന്നവരായിരിക്കും. നമ്മളിപ്പോ എത്രയോ പഞ്ചായത്തിലും 2 ജില്ലയിലും ഒക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ, പിന്നെയും ജോലി സംബന്ധമായും പലത്തേക്കും പിരിഞ്ഞു പോയവര് ഒന്ന് കണ്ടുമുട്ടാനോ നമ്പർ സംഘടിപ്പിക്കാനോ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടി. എന്നാലും നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കാനൊക്കെ അജിയുടെ ആ ഒരു വലിയ ഒരു കാഴ്ചപ്പാട്, അതുപോലെ നല്ലൊരു മോട്ടിവേറ്ററാണ്. ഞാൻ പറഞ്ഞു 15 പേരേ ഉള്ളൂ, എന്നാ ചെയ്യണേ, നമുക്ക് വേണ്ടെന്ന് വെച്ചാലോ. അന്നേരം അജി പറഞ്ഞു, നമ്മൾ തോറ്റു കൊടുക്കരുതാ, നീ വിളിക്കുക, അധ്യാപകരെ വിളിക്കുക, എല്ലാരെയും വിളിക്കാൻ. എല്ലാരെയും ഓരോ വിളിക്ക്. അത് വളരെ സജീവമായി ശക്തമായി ഓരോ സമയത്തും നമുക്ക് നട്ടലായി ഈ ഗ്രൂപ്പിന്, നമ്മുടെ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ അജികുമാർ എന്നാണ്. അദ്ദേഹത്തെയും നന്ദിയോടെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. പിന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞ 3 തവണയും ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താൻ വേറെ ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ട, വരാൻ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ റജിയാണ്. കാരണം ചില്ലറ കാര്യമല്ല, നല്ലൊരു സെറ്റപ്പിൽ നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. ഒരു കളക്ഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഒരാളെ ബുദ്ധിമുട്ടിക്കണ്ട, എല്ലാവരോടും വരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് എല്ലാ പ്രാവശ്യവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ റജി. റജിക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒപ്പം സ്വാഗതവും. പിന്നെ സാധാരണ ഇവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങള് എല്ലാവരും വരും എങ്കിലും ഒരു സംഘാടനം എന്ന് പറയുന്നത് മിക്കവാറും ഞാനും വിജയനും ഒക്കെ കൂടെയാണ്. ഇപ്രാവശ്യം വിജയൻ എന്തെല്ലോ അസൗകര്യം വന്നപ്പം ഒറ്റപ്പെട്ടു പോയപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. തളർന്നു, മടുത്തു, മതിയാക്കിയേക്കാം എന്നൊക്കെ തീരുമാനിച്ചു. പക്ഷെ അതിൽ നിന്നെല്ലാം പിന്നീട് ഊർജ്ജമുൾക്കൊണ്ട് ശക്തമായിട്ട് നിങ്ങളെല്ലാം ഒരുമിച്ച് ഇവിടെ കാണാൻ സാധിച്ചതിലുള്ള സ്നേഹവും സന്തോഷവും എല്ലാം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ പ്രിൻസിപ്പാൾ സാറിനെ നമ്മുടെ ഈ ഒരു മീറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. ഈ ഒരു സാഹചര്യം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരും ഇവിടെ കാണാമല്ലോ എന്ന ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ഏതായാലും എല്ലാവരും ഇവിടെ വന്ന് സഹകരിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യും. താങ്ക് യു. എന്താ സംബോധന ചെയ്യുന്നു? സഹപ്രവർത്തകരുണ്ട്, പിള്ളേരുണ്ട്, അവരുടെ പിള്ളേരുണ്ട്. അപ്പോ ഒരു മക്കളും മക്കളുടെ മക്കളും കൂടെ കൂടുന്നുണ്ട്. അതിലെ ഒരു മുത്തച്ഛന്റെ റോളായിരിക്കും.
കൂട്ടിച്ചേർത്ത് പ്രിയപ്പെട്ടവരെ എന്നങ്ങ് സംബോധന ചെയ്തു. ഇങ്ങനൊരു സമ്മേളനം അല്ലെങ്കിൽ ഒരു യോഗം വിളിച്ചു കൂട്ടാൻ നിങ്ങൾ കാണിച്ച മഹാമനസ്കതയ്ക്ക്, അതിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്താൻ നിങ്ങൾ കാണിച്ച ആ ദയയ്ക്ക് ആദ്യം നന്ദി പറയും. ഇതിൽ പ്രഭാഷണത്തിനൊന്നും പറ്റിയ രീതിയല്ല, അതിന് പറ്റിയ ആളുമല്ല. പിന്നെ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചില്ല, യുദ്ധ സാഹചര്യം ഇപ്പം ഇതാണ്, ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ്. അതുകൊണ്ട് പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള വധമാണ്. അതൊക്കെ നിരോധിച്ചേക്കുന്ന സമയമാണ്. 2-3 വാക്കുകൾ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടോളാം, നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല. എന്താ പറയുകയെന്ന് തന്നെ, നമ്മുടെ പകരൽ കോളേജിനെ കുറിച്ച് തന്നെ നമുക്ക് മഹത്തായ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യവും പൈതൃകവും ഉള്ള നാടാണ് ഭാരതം. നമ്മുടെ വേദേതിഹാസ പുരാണങ്ങളിൽ നിന്ന് അന്തസ്സത്ത ആറ്റി അരിച്ച് ഊറ്റി ഉരുക്കി കടഞ്ഞെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ സിലബസ്. ആ സിലബസിൽ നമ്മുടെ ഋഷീശ്വരന്മാരുടെ സ്വാധീനം നന്നായിട്ടുണ്ടായിരുന്നു. അവരുടെ കാഴ്ചപ്പാടായിരുന്നു അതിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. അന്നത്തെ ഗുരുനാഥന്മാര് ഫോട്ടോസൂട്ട് ഇട്ടവരായിരുന്നില്ല, താടിയും മുടിയും വളർത്തിയ യോഗീശ്വരന്മാരായിരുന്നു. അന്നിതുപോലെ എയർ കണ്ടീഷൻ സ്ഥാപനങ്ങളായിരുന്നില്ല പാഠശാലകൾ. പകരം ആ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലത്തെ എയർ കണ്ടീഷനായിരുന്നു, കാരണം ആശ്രമങ്ങളായിരുന്നു. അതുപോലെ അവർക്ക് വലിയ വലിയ മണിമാളികളൊന്നും ഇരുന്ന് പഠിക്കാനുള്ള പാഠശാലകളായിട്ടുണ്ടായിരുന്നില്ല, പകരം മരത്തണലുകളായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന് പഠിച്ച് അവിടെ വളർന്ന് എല്ലാ കഷ്ടപ്പാടും സഹിച്ച് ആ വിദ്യാർത്ഥികളൊക്കെ വളരെ പ്രസിദ്ധരും ശ്രേഷ്ഠരും കേവന്മാരുമായി മാറുകയാണ്. മുമ്പോട്ട് വന്നപ്പോഴാണ് പിന്നീട് ഇതിലൂടെ കുറെ കഥകളിലൂടെ അവർ നമ്മളെ പഠിക്കേണ്ട അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പുരാണ കഥകളുടെ രീതിയിലായിരുന്നു. അതിനകത്തുണ്ടായിരുന്ന, ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച ഈ ഗെറ്റ് ടുഗദറിൽ സഹപാഠികളുടെ സംഗമമാണ്. ഈ സഹപാഠി സംഗമത്തിൽ ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു 2 കൂട്ടുകാർ തമ്മിൽ, 2 സഹപാഠികൾ തമ്മിൽ എങ്ങനെ പെരുമാറണം പിന്നീട് കണ്ടെത്തുമ്പോൾ എന്നുള്ളതിന് തെളിവ് അന്നത്തെ പുരാണ കഥകളിൽ അവർ സ്ഥാപിച്ചെടുത്തിരുന്നു. അതിന്റെ ഉദാഹരണമാണ് കൃഷ്ണന്റെയും വിജയന്റെയും കഥ. അല്ലാതെ കൃഷ്ണന്റെയും വിജയന്റെയും പുരാണ കഥാപാത്രങ്ങളിൽ ഒരു ദരിദ്രം കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അയാളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് പിടിച്ചു കെട്ടി ഗുരുവിന് കാഴ്ചവെച്ചു. ഗുരുദക്ഷിണ പഠിച്ച വിദ്യാലയ ഗുരുവിനോട് ചോദിച്ചു, എന്താ വേണ്ടത്? ഞാൻ ഗുരുദക്ഷിണ. അത് പറഞ്ഞു, എനിക്ക് എന്റെ ചത്തുപോയ മോനെ വേണം. കണ്ടുപിടിക്കാം, അന്വേഷിക്കാം. പോയി അന്വേഷിച്ചു, കാലന്റെ തിരിച്ചു വാങ്ങിച്ച് ഗുരുദക്ഷിണയായിട്ട്. ആ ഗുരുദക്ഷിണയുടെ വലിപ്പമാണ് കഥയുടെ സത്യസന്ധതയോ അതിനകത്തെ ആത്മാർത്ഥതയോ അല്ല. ഗുരുദക്ഷിണ എന്ന ആ ഒരു വാക്കിന്റെ അതിന്റെ മാഹാത്മ്യം കാണിക്കാൻ വേണ്ടിയാണ് ആ കഥ അവിടെ. ഇതെല്ലാം കഥയായിട്ട് എടുത്താൽ മതി, പക്ഷെ അതിനകത്തെ ഒളിഞ്ഞിരിക്കുന്ന സാരാംശം നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ഗുരു ശിഷ്യബന്ധത്തിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമുണ്ട്. ഇവിടെ അരിസ്റ്റോട്ടിൽ, ലോകത്തെ ഏറ്റവും വലിയ ഗുരുശിഷ്യ പരമ്പരയിലുള്ളതാണ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്ന ഗ്രീക്ക് പണ്ഡിതന്മാർ. അരിസ്റ്റോട്ടിലിന്റെ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന്, കടക്കാരന്റെ മുമ്പിൽ വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാനില്ലാത്ത കടക്കാരന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന അരിസ്റ്റോട്ടിൽ ടൗണിൽ. തിരിച്ച് കൊട്ടാരത്തിൽ ചെല്ലുമ്പോ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ അലക്സാണ്ടർ ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇദ്ദേഹം ഇരിക്കുന്നു. ആര്? അരിസ്റ്റോട്ടിൽ. താഴെ ചക്രവർത്തി ഇരുന്ന് പഠിക്കും. ലോകത്തെ ഏറ്റവും നിലവധിക്കാൻ കഴിയാത്ത ഒന്നാണ്. ആ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളവര് യാതൊരു മാത്രമാണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ മോഹാത്മ്യം. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്,
അധ്യാപകരെ നിങ്ങൾ ഭാഗ്യവാന്മാരാ. ഞാൻ SI ആയിരുന്നു, ഒരുപാട് കൊല്ലം ഭരിച്ചു. പക്ഷെ ഇപ്പൊ എന്നെ കാണുന്ന ആർക്കും ഇഷ്ടമല്ല. കണ്ണെറിയുന്ന എന്നെ കണ്ടാൽ ആൾക്കാർ ഓടിച്ചു കളയുന്നു. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഗെറ്റുഗതറിന് പോകാനൊക്കെ സന്തോഷം കിട്ടുന്നു, ഇത് കിട്ടുന്നല്ലോ, നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണേ എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന, അതുപോലെ ബാങ്കിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അസൂയയോടെയാണ് അധ്യാപകർഗത്തെ കാണുന്നത്. അപ്പം നമ്മൾ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും അധ്യാപകരായിട്ട് വളരെ കാലം ശോഭിച്ച അധ്യാപകരായിട്ട് വിരമിച്ചവർ വരെയുണ്ട്. അതൊക്കെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട്, കിട്ടുന്ന ശമ്പളത്തെക്കാൾ കിട്ടുന്ന പെൻഷനേക്കാൾ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഇപ്പോൾ ഞാൻ കരുതുന്നത് അങ്ങനെയൊക്കെ ഉള്ളിലെ ഒരു ആഗ്രഹമായിരുന്നു. അവിടെ പോയി ഒന്ന് പഠിക്കുക, അവിടെ പോയി 10 ദിവസം പഠിപ്പിക്കുക. അതൊരു മോഹമായിട്ട് തന്നെ മാറി. കാരണം 10 വർഷത്തെ അക്കാഡമിക്ക് അയൽ നിശ്ചയിക്കേണ്ട, അടുത്തിരിക്കുന്ന സുഹൃത്തുക്കളോടോ സാറന്മാരോട് വേണ്ടിയിട്ട് തമാശയൊക്കെ പറയാം. അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് നോക്കിപ്പോയാൽ ആരും കണ്ടുകിട്ടത്തില്ല, അവരോടൊന്ന് വർത്താനം പറഞ്ഞു പോയാൽ ആരും മൂക്കി എത്തിക്കളയത്തില്ല. അതിനൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലോകമാണ്. ഇനിയിപ്പോ ചില മാഷന്മാരുണ്ടാവും, ഒഴിയുന്നില്ല ഹെഡ്മാസ്റ്റർ പ്രിൻസിപ്പാൾ സാറേ കാരണം. എന്നിട്ട് അവിടെ ചെന്ന് പറയും അങ്ങനൊന്നും ഇല്ല, അവിടെ ഞാൻ ആരും കണ്ടില്ലല്ലോ. എന്താ കാരണം? അച്ചങ്ങായിയുടെ വീട്ടിലെ അടയ്ക്കാൻ വിറ്റ കാശല്ല യോന് ശമ്പളം കൊണ്ട് കൊടുക്കുന്നു. വീട്ടുകൾ കൊടുക്കുന്ന കാശ് കിട്ടിയിട്ട് വേണം ഇവന് മാസം 1-ാം തീയതി കഴിഞ്ഞ് കിട്ടും. കൊടുത്തില്ല, 3 വീട്ടും നാളെ ഞാൻ വരത്തില്ല, ഭീഷണി സ്വഭാവം. ഞാൻ ഉൾപ്പെടെ വളർന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിന്ന് പോകേണ്ടതും നടന്നു പോകേണ്ടതും ഒക്കെ അവരെല്ലാവരുടെയും കൂടെ ആവശ്യമായി. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോളേജിൽ പോയി പൈസയൊന്നും കൊടുക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ കാശ് കൊടുത്ത പഠിക്കുന്നത് ഉള്ളിലൊരു ബോധം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ പറയും, മോളെ നന്നായിട്ട് പഠിക്കണം, മോനെ എടാ ഞങ്ങൾ നടന്നു കളയല്ലേ, ഈ സൂക്ഷിക്കണേ എല്ലാ ദിവസവും ഒരു ഉപദേശം. അത് നന്നായിട്ട് പഠിക്കും. അപ്പൊ കാശ് ഫീസ് എണ്ണി കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഈ നോട്ട് അങ്ങോട്ട് എണ്ണി കൊടുക്കുന്നത് കൊടുത്തിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പൊ അത് പരമാവധി അവിടുന്ന് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം അറിയാതെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മളെ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ആഗ്രഹം കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മളും കുറച്ചുകൊണ്ട് പഠിക്കാം. അപ്പൊ നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ആ അന്തരീക്ഷത്തിൽ പഠിക്കാനൊക്കെയുള്ള സാഹചര്യം പാരലൽ കോളേജിൽ ഇന്ത്യയൊക്കെ നാട്ടിലെ പാരലൽ കോളേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ പറയാതിരിക്കുന്നതാണ്. അതും ഇങ്ങനെ അങ്ങോട്ട് വളർന്നതായി അവസാനം അത് തമ്മിൽ അങ്ങോട്ട് മത്സരം അങ്ങോട്ടായി വന്ന് കുറെ പിള്ളേരുടെ പേരും നമ്പരും എല്ലാം എനിക്ക് നടക്കും. അവസാനം ഒരു പണിയെടുത്ത് ഒപ്പിച്ചു. മിനർവ കോളേജ് 100% വിജയം. വലിയൊരു ബ്ലോക്ക് അടിച്ച് അടുത്ത വർഷത്തെ അഡ്മിഷന്റെ ആ സമയത്ത് നോട്ടി നടക്കും. അതെ, ഒട്ടും ഇതായിട്ട് പറയുന്നതല്ല, നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടേണ്ട ഒരു സമയം കൊണ്ട് അധ്യാപകരെല്ലാവരും ഒന്ന് പരിചയപ്പെടുക, പറയാം. ഇവിടെ സാറ് മൈക്കിൾ സാറ് സീനിയർ മോസ്റ്റ് സാറെന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് വൈസ് കോളേജിന്റെ തീർച്ചയായും. എല്ലാവർക്കും എന്റെ നമസ്കാരം. ബഹുമാന്യരായ അധ്യാപകർ, സുഹൃത്തുക്കൾ, നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ യോഗമുണ്ടായതിൽ വളരെയധികം സന്തോഷം. ക്രൈസ്റ്റ് കോളേജ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനം 1978 ഒരു 38 കുട്ടികൾ മാത്രമുള്ള സ്റ്റാർട്ടഡ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ 1978 വിത്ത് എ തിൻ സ്ട്രെങ്ത് ഓഫ് 38 സ്റ്റുഡൻസ്. വ്യവസായം ആ കാലഘട്ടത്തെക്കുറിച്ച്. ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇവിടെ ചെറുപടി അടുത്ത് തന്നെയായിരുന്ന സ്ഥാപനം ഉണ്ടായിരുന്നത്. വേറൊരു സ്ഥാപനം നടത്തിയിരുന്ന പ്രീമിയർ കോളേജിന്റെ ബാക്കിയായിട്ട് വന്ന അന്നത്തെ കുട്ടികൾ ആവശ്യപ്പെട്ട പ്രകാരം അന്നത്തെ അധ്യാപകനായിരുന്നു ഞാൻ. ബാക്കി ഉണ്ടായിരുന്ന 38 പിള്ളേരെയും കൊണ്ട് ചെറുപടി തന്നെ ഒരു ചെറിയ സൗകര്യങ്ങളാക്കി അവിടെ നിന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് കാക്കേഞ്ചാലില് തച്ചനംകോട്ട് ജോണിയേട്ടൻ അവിടെ ഒരു സൗകര്യമാക്കി തന്നു. അവിടെയാണ് ക്രൈസ്റ്റ് കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനം 1978 തുടങ്ങുന്നത്. അന്ന് ആ 38 കുട്ടികളെയും കൊണ്ട് പോയ ആ സ്ഥാപനം ഏതാണ്ട് 84 വരെ ഞാൻ ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു. ചില പ്രത്യേക സാഹചര്യത്തിൽ അന്നത്തെ കുട്ടികളെ പറയുകയാണെങ്കിൽ അന്നത്തെ കുട്ടികളെ ആത്മാർത്ഥത കൊണ്ടും അന്നത്തെ അധ്യാപകരുടെ ആത്മാർത്ഥത കൊണ്ടും എനിക്ക് വേഗം പോകേണ്ടി വന്നു. അതാണ് എന്റെ കാര്യം. അവർ വളരെയധികം കാര്യമായിട്ട് എന്നെ സഹായിച്ചു. അത് കാരണം അധ്യാപകരിൽ കുറച്ച് വിഭാഗം ആൾക്കാർ, അതുപോലെ തന്നെ സ്റ്റുഡൻസിൽ വേറെ വിഭാഗം ആൾക്കാർ ആ രീതിയിൽ എന്നോട് പെരുമാറി. സത്യം പറഞ്ഞാല് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ അവിടുന്ന് പോകുന്നത്.
ഞാൻ ആ സ്ഥാപനം ഒന്ന് ഏൽപ്പിക്കുമ്പോൾ അവരെ ഞാൻ ഏൽപ്പിക്കുമ്പോൾ അധ്യാപകരെ കൂടി ഞാൻ ആ സ്ഥാപനം ഏൽപ്പിച്ചു. ആ സ്ഥാപനം ഞാൻ അവരെ ഏൽപ്പിക്കുമ്പോൾ 250-300 പിള്ളേരുണ്ട് ആ സ്ഥാപനത്തിൽ. പക്ഷെ അന്ന് ഒരു കുട്ടിയുടെ ഫീസ് എന്ന് പറഞ്ഞ് 20 രൂപയാണ്. നിങ്ങൾക്കറിയാം 300 കുട്ടികൾ പഠിക്കാനുണ്ടെങ്കിൽ ഒരു മാസത്തെ കൊണ്ട് എത്ര രൂപ ആ കുട്ടികളിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യാൻ കിട്ടും? അതിലൊരു 50% പോലും ഫീസ് പോലും കിട്ടാറില്ല. 50% പോലും ഫീസ് കിട്ടാറില്ല. അത് മക്കളെ കൊണ്ട് അവൻ പാരൽ കോളേജിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള അത് നേരിട്ട് കാണാൻ പലരിൽ നിന്ന് സാധിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജീവിതം ചിലപ്പോൾ മുരടിച്ചേക്കാം എന്നതുകൊണ്ടാണ് ഞാൻ കളം മാറ്റി ഞാൻ മറ്റൊരു കോഴ്സ് ചെയ്യും, വിദേശത്ത് പോവുകയൊക്കെ ചെയ്തു. എപ്പോഴും മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു മുഖമാണ് ശശി പ്രസാദ് സാർ. ആദ്യമായിട്ട് ഞാൻ ഒരു അവറിന് 8 രൂപ എന്ന ബേസിൽ ശമ്പളം വാങ്ങിയ ശശി പ്രസാദ് സാറിന്റെ കയ്യിൽ നിന്നാണ്. ആ കാശ് പിന്നെ ലക്ഷങ്ങൾ ഒരു മാസം ശമ്പളം വാങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് വാങ്ങുമ്പോഴും എപ്പോഴും എനിക്ക് മനസ്സിൽ തോന്നുന്ന, ഞാൻ പറയുകയും ചെയ്യാറുണ്ട്, ഞാൻ ഗൾഫിലുണ്ടായിരുന്നപ്പോഴും ഈ ഒരു അധ്യാപകരുടെ ഒരു കൂട്ടായ്മ എപ്പോഴും ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇന്നും ഞങ്ങളത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതേപോലെ തന്നെയുള്ള ഇതുപോലുള്ള കൂട്ടായ്മകളിൽ കൂടെ നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നു. അത് തുടർന്ന് പോകട്ടെ, നല്ല രീതിയിൽ പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് തുടർന്നും ഇതുപോലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ശശി പ്രസാദ് സാറ്, മറ്റ് സഹാധ്യാപകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, ഒരു 5-6 ദിവസം മുമ്പ് ഹോസ്റ്റൻ ചിലപ്പോഴൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഹോസ്റ്റൽ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അറിയുന്ന അധ്യാപകരുണ്ടെങ്കിൽ നമ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ടീം, അതിൽ സജീവ് സാറ്, ജെയിംസ് സാറ്, സോം സാറ്, ശശി സാറ്, ജെയിംസ് സാറ്, വിജയ് സാറ്, പിന്നെ EK രവി, പിന്നെ രാജ് സാറ്, അങ്ങനെ കുറച്ചുകൂടെ നമ്പറൊക്കെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടാവുന്ന നമ്പറുകളൊക്കെ ഞാൻ ഓസ്ട്രേലിയ പിറ്റേ ദിവസം കൊടുത്തു. പിന്നെ ബാക്കി 2-3 ആൾക്കാരുടെ നമ്പർ ഇല്ലാത്തതുണ്ടായിരുന്നു. പക്ഷെ അവർ ഇന്ന ആൾക്കാരെ വിളിച്ചാൽ കിട്ടുമെന്നുള്ളൊരു അറിവും കൂടെ കൊടുത്തു. അങ്ങനെയാണ് ഈ ഹോസ്റ്റൽ ഞാനുമായിട്ട് വളരെ അടുക്കുന്നത് ഈ അടുത്ത ദിവസം. പിന്നെ നമ്മൾ ഈ പാരൽ കോളേജ് മേഖലയെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ വിക്രം സാറും അല്ലെങ്കിൽ മേക്കു സാറും പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്ത് പറയാൻ നമുക്കൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുകയും പഴയ കാലഘട്ടത്തിലുള്ള ഞങ്ങളെയൊക്കെ നിങ്ങൾ ഓർക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ ഗ്രൂപ്പ് യാതൊരു ലക്ഷ്യവും തട്ടാതെ ദീർഘകാലം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യമായി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ വരുന്നത് 1989-ലാണ്. അതായത് ഞാൻ വരാൻ കാരണം തന്നെ നമ്മുടെ ഇളയച്ചേട്ടൻ എന്നെ ക്രൈസ്റ്റ് കോളേജിൽ കൊണ്ടുവരുന്നു. 89-ൽ ഞാൻ കുറച്ച് ഏകദേശം ഒരു 3-4 മാസം ഉണ്ടായിട്ടില്ല. ഞാൻ അവിടുന്ന് PG കൊണ്ടുകൊണ്ട് ഞാൻ 89-ൽ പാരൽ കോളേജിൽ മതിയാക്കുകയും 91 PG കഴിഞ്ഞതിന് ശേഷം വീണ്ടും ക്രൈസ്റ്റ് കോളേജിലേക്ക് വരികയാണ്. ആ കാലഘട്ടത്തിൽ ഞാനൊരു 3 വർഷം ക്രൈസ്റ്റ് കോളേജിൽ ഉണ്ടായിട്ടുണ്ടാവും. 94-ന് ശേഷം ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പാരൽ കോളേജിൽ മതിയാക്കി. പിന്നീട് വിക്രമായിട്ട് പറഞ്ഞ മാതിരി ഈ പാരൽ കോളേജിൽ നിന്നവർ പിന്നെ അവിടെ ആയിപ്പോകും എന്നുള്ള നില ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ പുതിയൊരു വേറൊരു പ്രസ്ഥാനത്തിൽ പെട്ടു. കുറച്ചു കാലം എൻ്റെ ജീവിതം അവധി കളഞ്ഞു പറയും. അതുകൊണ്ട് ഈ പാരൽ കോളേജിൽ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ബന്ധം
നിങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള ബന്ധം അത് ഇപ്പോൾ നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അഭിനന്ദിക്കേണ്ട വേണം. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ കൂട്ടായ്മ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനത്തെ പരിപാടി സംഘടിപ്പിച്ച നമുക്കെല്ലാം ഭയങ്കര അല്ല ഹോസ്റ്റൽ 2 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ എന്തായാലും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും മാറ്റി വെച്ചിട്ട് പങ്കെടുക്കണം എന്നോ. അപ്പോൾ ഞാനിന്ന് ആ പരിപാടി ഞാൻ വൈകുന്നേരത്തേക്ക് എത്താമെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എന്തായാലും എത്തണം എന്നുള്ള വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ ഇന്നത് എത്തിച്ചേർന്നത്. പിന്നെ ഈ മാസം 31-ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അതിന് ഒരുപാട് തിരക്കുകളുണ്ട്. എൻ്റെ പ്രൊഫഷണലായിട്ടായിരുന്നു ഇന്നത്തെ യാത്രയെല്ലാം. അതുകൊണ്ട് നിങ്ങളെ ക്ഷണിച്ചതിനും നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചതിനും നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഈ കൂട്ടായ്മ എന്നും വളരെ ഭംഗിയായി മുന്നോട്ട് പോട്ടെ. നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട ശശിപ്രസാദ് മാഷ്, വിക്രം മാഷ്, മൈക്കിൾ സാർ, ശേഷം സഹപ്രവർത്തകരെ, പ്രിയമുള്ള പഴയകാല വിദ്യാർത്ഥികളെ, വളരെ സന്തോഷമുണ്ട് ഈ നിമിഷത്തിലൂടെ നിൽക്കാൻ. ഈ ഒരു ബാച്ചിനെ ഞാൻ അങ്ങനെ അധികം പഠിപ്പിച്ചിട്ടില്ല എന്ന് എൻ്റെ ഓർമ്മ. കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ PG ചെയ്യാൻ വേണ്ടി 88-ലാണ് ക്രൈസ്റ്റ് കോളേജ് വരുന്നത്. PR രാജൻകുട്ടി മാഷ് പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്താണ് ക്രൈസ്റ്റ് കോളേജ് വരുന്നത്. ആ ഡിഗ്രി കഴിഞ്ഞ ഒരു സമയത്താണ് വന്നത്. പിന്നെ PG ചെയ്യാൻ വേണ്ടി പോയ 90 മുതൽ 92 വരെ എൻ്റെ PG കാലയളവാണ്. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് പഠിപ്പിച്ചാണ്. ആ ഒരു ബന്ധം വെച്ച് ചിലർക്കും തന്നെ മനസ്സിലായിട്ടില്ല ഇവിടെ വന്നപ്പോൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ മുടങ്ങുമായിരുന്നു. പിന്നെ ഈ ഗ്രാമർ പഠിപ്പിച്ചുകൊണ്ട് ചില ആൾക്കാർക്ക് ഈ ഗ്രാമറിനോടുള്ള ഒരു ദേഷ്യം കൊണ്ട് എന്നോട് ദേഷ്യമുണ്ട്. ഈ ഗ്രാമർ പഠിപ്പിക്കാൻ വേണ്ടി കയറ്റി വിട്ടോണ്ടിരുന്നത്. ഇടയ്ക്ക് മാഷ് പറയും, നീ ഗ്രാമർ പറഞ്ഞു കൊടുക്കണം കയറ്റിയിരുന്നത്. കാരണം അന്ന് ഗ്രാമറിന് കുറെ മാർക്കുണ്ടല്ലോ. അപ്പൊ ഈ ഗ്രാമർ പഠിക്കുക എന്ന് പറയുന്നത് ഏത് ഭാഷയിലെയും ഒരു വലിയ തിക്താനുഭവമാണ്. പഠിപ്പിക്കുന്ന മാഷന്മാർക്കും അങ്ങനെയാണ്. പക്ഷെ ഞാൻ ആ ഗ്രാമർ പഠിപ്പിക്കുന്ന പിൽക്കാലത്ത് സ്കൂളിലെത്തിയപ്പോഴും ഗ്രാമർ പഠിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റാൾക്കാർ വെറുക്കുന്ന ഒരു സാധനം പഠിപ്പിച്ച് കുട്ടികളെ ഒരുപാട് മാർക്ക് SLCക്കൊക്കെ കുറേ മാർക്കുകൾ ഗ്രാമർ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിനൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ക്രൈസ്റ്റ് കോളേജിലെ ജീവിത കാലഘട്ടം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കാലഘട്ടമാണ്. ടീച്ചിങ് ഫീൽഡിലേക്ക് ആദ്യം ഇറങ്ങി വന്ന സ്ഥാപനമാണ്. 88-ൽ ഡിഗ്രി കഴിഞ്ഞ പാടെ ഇങ്ങനെ അവിടെ ഒരു സണ്ണി ആശാരി പറമ്പിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിനോട് ചോദിച്ചു, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റുമോ അവിടെ എന്ന് ചോദിച്ചിട്ട് അന്ന് സരസമാഷ് ഞാനൊക്കെ ഒരേ സമയത്താണ് ഈ ക്രൈസ്റ്റ് കോളേജിൽ കയറി കൊടുത്തത്. അപ്പൊ പിന്നീട് ഞങ്ങളുടെ ഒരു വലിയ എന്താണ് ഈ ക്ലാസ്സിങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ചീട്ടുകളിയാ, നിങ്ങളൊന്നും അറിയാത്ത സംഭവമാണ്. ഈ സജീവ മാഷൊക്കെ ഇങ്ങനെ റമ്മി കളിക്കാൻ വേണ്ടി നമ്മളെന്തെങ്കിലും തെറ്റ് കളിച്ചെങ്കിൽ നമ്മളെ ദേഷ്യപ്പെടുക. സരസ മാഷും ഈ സജീവ മാഷൊക്കെ എന്റെ ഗുരുക്കളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ ചീട്ടുകളി എത്ര മോശം കളിയൊന്നുമല്ല കേട്ടോ. ചിലരൊക്കെ തലയിടുന്നുണ്ട് നിങ്ങളെല്ലാം ചീട്ടുകളി. ഇത് ബുദ്ധി വർദ്ധിപ്പിക്കുന്ന വലിയൊരു സംഭവമാണ്. ഇതിന് നല്ല ഓർമ്മ വേണം. ആ അതെ, ആസുണ്ട് കേട്ടോ, ആസുണ്ട്. ക്രൈസ്റ്റ് കോളേജ് കാലഘട്ടം വളരെയധികം എൻജോയ് ചെയ്തൊരു കാലഘട്ടമാണ്. കാരണം നമ്മുടെ ചെറുപ്പ കാലഘട്ടമാണ്. ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങി വന്നതാണ്. അത് 100% എഫേർട്ടാണ്, ഭയങ്കര പരിശ്രമമാണ് നടത്തുന്നത്. റിസൾട്ട് അന്ന് ഇംഗ്ലീഷ് പാര കോളേജിൽ അന്ന് പ്രീ ഡിഗ്രി ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമാണ്, അറിയാലോ. കാരണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ തോക്കുന്ന വിഷയം. ഇപ്പോൾ വീണ്ടും പഠിപ്പിക്കണം. അത് നമുക്കൊരു പൈസയായിരുന്നേ. ഫീൽഡ് ബാച്ച് എന്നൊക്കെ പറഞ്ഞ് വലിയ ബാച്ചുകളൊക്കെ പൈൻ്റൊക്കെ പോയി ക്ലാസ് എടുത്തിട്ട് പൈസയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാലക്കോളേജ് ഫീൽഡ് വരുമ്പോൾ 150 രൂപയാണ്. ഈ PR രാജൻകുട്ടി മാഷ് ഒരു മാസത്തെ ശമ്പളം 150 രൂപ എനിക്ക് തരുന്നത്. അതും കൃത്യമായിട്ട് കിട്ടാറൊന്നുമില്ല. ശശിപ്രസാദ് മാഷക്ക് ഇപ്പോഴും തരാനുണ്ട് ശമ്പളം. പക്ഷെ ആ കിട്ടിയ ശമ്പളം വലിയ മുതൽക്കൂട്ടാക്കി വെച്ചുകൊണ്ട് വീട്ടിലൊക്കെ നമുക്ക് ദരിദ്രമാണല്ലോ, മുന്നോട്ട് പഠിക്കാനുള്ള പൈസയൊന്നുമില്ല. PG പോകണ്ടെന്ന് ഫാദർ പറഞ്ഞു. അപ്പൊ PG പഠിക്കണമെന്നൊരു നിർബന്ധവും ഒരു ആഗ്രഹവും ഉള്ളിലുണ്ടായിരുന്നു. PG വിടാൻ വേണ്ടി വീട്ടിൽ പൈസ ഇല്ല, ഫാദർ ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പാല കോളേജിൽ പഠിപ്പിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് തലശ്ശേരി പോയി റൂം എടുത്ത് അവിടെ യൂണിവേഴ്സിറ്റി സെന്ററിൽ ചേർന്ന് ശശിമാഷ് ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച ഈ ചില്ലിത്തുട്ടുകൾ ഇങ്ങനെ സ്വരൂപിച്ച് വെച്ച് ആ പൈസ കൊണ്ടൊക്കെയാണ് മുൻപോട്ട് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥാപനത്തോടുള്ള കൂറ് വളരെ കൂടുതലായിരുന്നു. ക്രൈസ്റ്റ് മാത്രമല്ല, അതിനിടയ്ക്ക് എവിടെയൊക്കെയോ പൈനൊരു മഹാത്മാ അങ്ങനെ ചെറിയ സ്ഥാപനങ്ങളൊക്കെ പോയി ഈ ഫെയിൽഡ് ബാച്ച് ക്ലാസ്സുകൾ എടുക്കും. പുസ്തകത്തിന് ഇത്ര രൂപ. ഈ പൈസ കൊണ്ടാണ് പഠിച്ചത്. ആ പഠനം ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ ശശിമാഷയ്ക്ക് വേണ്ടി തന്നിട്ടുള്ള പൈസ തമാശയായിട്ട് തന്നിരുന്നു പറഞ്ഞാലും
ആ പൈസ വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ പിൽക്കാലത്ത് മുൻപോട്ട് പഠിക്കാനും പിന്നെ വളരാനും ഗവൺമെന്റ് സർവീസിൽ കയറാനും ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്യാനും ഒക്കെ ആ പൈസയൊക്കെ ഉപകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാണിച്ച സ്നേഹം വലിയൊരു സ്നേഹം തന്നെയാണ്. നിങ്ങൾ ക്ഷണിച്ചു, ഹോസ്റ്റലിങ്ങിനെ ക്ഷണിച്ചു. അന്ന് പിന്നെ ശശിപ്രസാദ് മഹേഷിന്റെ വീട്ടില് സാറിന്റെ വൈഫ് മരിച്ച സമയത്ത് കുറച്ച് ആൾക്കാരവിടെ ബാച്ചായിട്ട് തന്നെ വന്നു, റീത്തൊക്കെ വാങ്ങി അവിടെ വന്നു. അത് കണ്ടപ്പോൾ ഉള്ളിലൊരു സന്തോഷം തോന്നി. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച മാഷിന്റെ വീട്ടില് വൈഫ് മരിച്ച സമയത്ത് ഇവര് റീത്തൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ സാർ ഇത് വെക്കെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നപ്പോഴും എനിക്ക് മനസ്സിൽ തട്ടി ആ സംഭവം. റീത്ത് സമർപ്പിക്കുന്ന ഞാനാണ്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ സ്നേഹം, ഇതിൽ കുറെ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്കാരാണ്. ഈ കമ്പനിയിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ കുറെ ആൾക്കാരെ കാണാറുണ്ടായിരുന്നു. പിന്നെ തിരുമേനിയായിട്ട് ബന്ധപ്പെട്ട കുറെ ആൾക്കാരെ അങ്ങനെ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഈ ലേഡീസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഓരോരുത്തരും നോക്കിയിട്ടും ആരെയും ഓർമ്മ വരുന്നില്ല. പക്ഷെ ജെൻസിനൊക്കെ ഇങ്ങനെ പുറത്ത് കാണുന്നതുകൊണ്ട് പിന്നെ ഇങ്ങനെ പരിചയങ്ങളും ഒക്കെ പുതുക്കിക്കൊണ്ടിരുന്നു. ഏതായാലും വളരെ സന്തോഷം. ഈ ഒരു ഗ്യാതറിംഗ് ഞങ്ങളെ ക്ഷണിച്ചതില്. ഈ സാധാരണഗതിയിലെ ഗ്യാതറിങ്ങിന് അധ്യാപകരെ ക്ഷണിക്കാറില്ല. പല ഗ്യാതറിങ്ങളിൽ ക്ഷണിക്കാറുണ്ട്. ഈ ക്ഷണിക്കുന്ന ഗ്യാതറിങ്ങിൽ ക്ഷണിക്കുന്ന ഈ കുട്ടികളുടെ സ്നേഹം, കുട്ടികളല്ലല്ലോ അന്നത്തെ കുട്ടികള്, ഇന്ന് വലിയ ആൾക്കാരാണ്. എന്തോ മനസ്സ് അല്ലേ? അതെ, അങ്ങനെ തന്നെ ഗുരുശിഷ്യ ബന്ധത്തെ കുറിച്ചൊക്കെ വിക്രമാഷ സവിസ്തരം പറഞ്ഞു കഴിഞ്ഞു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് ഈ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. ചില ഘട്ടങ്ങളിൽ സങ്കടം വന്ന ഘട്ടങ്ങളുണ്ട്. ടീച്ചിങ്ങിൽ ഞാൻ കഴിഞ്ഞ 2023 പിരിയുമ്പോ ഞാനൊരു 4-5 വർഷം മുമ്പേ ഈ കൊറോണ കഴിഞ്ഞപ്പോൾ മുതൽ എപ്പോഴാണ് റിട്ടയർമെന്റ് ഡേറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, വേഗം പിരിഞ്ഞു പോകാൻ വേണ്ടി. കാരണം മടുത്തു. കാരണം പൊതുസമൂഹത്തിന്റെ സ്വഭാവം മാറി, കുട്ടികളുടെ സ്വഭാവ ഘടനയിൽ മാറ്റം വന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെത്തി. അപ്പൊ എങ്ങനെ പിരിഞ്ഞു പോകണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി. ആദ്യകാലത്ത് നന്നായി എൻജോയ് ചെയ്തിരുന്നൊരു സംഭവം 10-30 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് വേണ്ട മതി എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. ഏതായാലും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി അധികം സംസാരിച്ച ലോസ് ചെവിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഏറെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട് നിങ്ങൾ പരിപാടി സംഘടിപ്പിച്ചത്. സന്തോഷം എന്ന് പറയാൻ കാരണം എന്നെ സംബന്ധിച്ച് ഒരു 10-17 വർഷം മാത്രമാണ് ഒരു ഔദ്യോഗിക രംഗത്ത്, അതായത് ഒഫീഷ്യൽ സർവീസ് ഉണ്ടായിരുന്നത്. എനിക്കൊന്നും അതിനേക്കാൾ കൂടുതൽ കാലം, ഈ 17 വർഷത്തേക്കാൾ കൂടുതൽ ഈ പഴയ പാരലൽ കോളേജിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എത്രയോ ബാച്ചുകൾ എനിക്കൊന്നും നിരച്ച കോളേജിലൊക്കെ ഒരു വർഷത്തിൽ 4-5 ബാച്ച് ഉണ്ടാകും. അങ്ങനെ എത്രയോ ബാച്ചുകൾ ഈ വർഷത്തിനുള്ളിൽ കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ ഇതുപോലെ അത്യാവശ്യം ഗെറ്റ് വർക്ക് നടത്തുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വേദിയിലേക്ക് ക്ഷണിച്ചതിൽ അനുഭവമാണ്. വളരെ സന്തോഷം, അങ്ങേറ്റ സന്തോഷമുണ്ട്. അപ്പൊ ഏതായാലും പിന്നെ എന്താ പറയാ, പക്ഷെ അതേ സംബന്ധിച്ച് മറ്റൊരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ഈ പരിപാടി എൻജോയ് ചെയ്യാനുള്ളൊരു മൂഡിലല്ല ഞാൻ. എൻ്റെ ഒരു ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ ചന്തയില് സാർ 5 വർഷത്തെക്കാലം നമ്മൾ ഒന്നിച്ചുണ്ടായതാണ്. അദ്ദേഹം പിന്നെ ഇവിടെ വാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പം 12 എടുക്കുന്ന പറഞ്ഞത് അങ്ങോട്ട് പഞ്ചുണ്ടായിരുന്നതാണ്. അപ്പൊ അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിയിൽ കൂടുതൽ സമയം പങ്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അറിയിക്കുകയാണ്. ഏതായാലും നിങ്ങളൊക്കെ സംഘടിപ്പിച്ച നമ്മളെ ഒരു ഹോസ്റ്റിൻ ടച്ച് അങ്ങനെ കൊണ്ട് പറയുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളെല്ലാവരും കാണാൻ വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് പ്രവർത്തകരായിട്ടുള്ള അധ്യാപകരെ, ഞാന് ഇങ്ങനെ ഒരു വേദിയിൽ ആദ്യമായിട്ടാണ് 2 വാക്ക് സംസാരിക്കുന്നത്. പല വേദികളിലും സംസാരിച്ചിട്ടുണ്ട്. അതിങ്ങനെയുള്ള വേദിയിലല്ല എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു വേദി ഇവിടെ ഉണ്ടാക്കി തന്ന പ്രത്യേകിച്ച് ഓഷൻ കുര്യൻ, അദ്ദേഹത്തെ ശരി പറയുകയാണ്, ഞാൻ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു സൊസൈറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുക, ഇതൊന്നും ഇതിനെ അപേക്ഷിച്ച് വലിയ വിഷയമുള്ള കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം 91, 93 കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചുപോയി അവിടെ നിന്നുള്ള കുട്ടികളെയും അധ്യാപകരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു വലിയ ഒരു ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഓസ്റ്റിൻ കുര്യനും അതിന്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിക്കുകയാണ്. പിന്നെ ഓസ്റ്റിൻ നേരത്തെ പറഞ്ഞു 2 മിനിറ്റ് വരെ സംസാരിക്കാവുള്ളൂ, അതുകൊണ്ട് ഞാൻ അധിക പ്രസംഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചു, ഇതുകൊണ്ട് അവസാനിക്കാതെ തുടർന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവരെയും പരമാവധി ഇനിയും പങ്കെടുക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് തുടർന്നു പോകാൻ വേണ്ടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ ചെറിയ ബഹുമാനപ്പെട്ട ശശി സാറ്, മൈക്ക് സാറ്, വിക്രം സാർ, എൻ്റെ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനും നിങ്ങളെ കാണാനും കഴിഞ്ഞത്. ഇതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക്, പോസ്റ്റിന് വേണ്ടി എല്ലാവരും പറഞ്ഞുകൊണ്ട് ആദ്യം അത് പറയണ്ട, എല്ലാവർക്കും അതിൻ്റെ നന്ദിയും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശശിപ്രസാദ് സാറ്, എൻ്റെ ഗുരുനാഥന്മാർ കൂടിയായിട്ടുള്ള വിക്രം സാറ്, മൈക്കിൾ സാറ്, പ്രിയപ്പെട്ട സഹാധ്യാപകരെ, ഏറെ സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നിങ്ങൾക്കെല്ലാം കുട്ടികളായിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോഴും എനിക്ക് നിങ്ങൾ ആ പഴയ 32 വർഷം മുമ്പുള്ള വളരെ മുഖം കാണുമ്പോൾ അന്നത്തെ കുട്ടികളായി തന്നെ കാണാനാണ് ഇഷ്ടം. വിശദമായി മൈക്കിൾ സാറിന്റെ ഈ പാരൽ മേഖലയുടെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചെല്ലാം മൈക്കിൾ സാർ വിശദമായിട്ട് സംസാരിച്ചു. ഞാനും ഒരുപാട് കാലം ഈ മേഖലയിൽ തന്നെ ഉണ്ടായ ആളാണ്. ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, അല്ലേ, സ്വാഭാവികമായിട്ടും തുച്ഛമായ ശമ്പളത്തിലാണ് പോകുന്നത്. ഒരു കോളേജിൽ പഠിപ്പിച്ചാൽ ചിലപ്പോൾ നമുക്ക് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ സമയത്തെല്ലാം ചെറുപുഴയിൽ, പുളിങ്ങോത്ത്, അല്ലേ, 2-3 കോളേജ്, 2 ദിവസം പയ്യന്നൂര് ഒക്കെ ആയി ഇങ്ങനെ ഓടിച്ചാടി നടന്ന് ഉള്ളൊരവസ്ഥയായിരുന്നു ഉണ്ടായത്. ഒരു 10-17 വർഷം മുമ്പ് ഈ മേഖല കൊണ്ട് മാത്രം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ട് ഒരു LIC അഡ്വൈസറായി, LIC ജനറൽ ഇൻഷുറൻസ് ആ മേഖലയിൽ കൂടി ഒന്നിച്ചു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അവസാന ഒരു 10-12 വർഷം കന്യക്കാലത്തുള്ള നവജ്യോതി കോളേജിൽ അവിടെയും പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ഈ മേഖലയിൽ തന്നെ ഉണ്ട് ഒരു ട്യൂഷൻ സെന്റർ നാട്ടിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ സതീശന്റെ മകൻ ഇപ്പോൾ എൻ്റെ വിദ്യാർത്ഥിയാണ്, 10ാം ക്ലാസ്സിൽ ഇവിടെ കൂടിയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതെ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് അങ്ങനെ ഒരു കാരണം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഒഴിവാക്കി. ഈ ഫംഗ്ഷന്റെ പ്രാധാന്യം അത്രയും കാണും. മറ്റുള്ളവർ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊന്നും സംഘടിപ്പിക്കൽ, ഇപ്പോൾ നമ്മളും ഒരു പൊതുരംഗത്തിലുള്ളത് അറിയാം, ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മളെല്ലാം വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിലാണ്. തിരക്കില്ലാത്തവരാരും ഉണ്ടാവില്ല. വ്യത്യസ്ത മേഖലകളിൽ അവരുടേതായിട്ടുള്ള തിരക്കുകളായി പോകുമ്പോൾ ഒരു ദിവസം കണ്ടെത്തി അവരെ സംഘടിപ്പിക്കുക എന്നുള്ളത് കുറച്ച് നല്ല ബുദ്ധിമുട്ട് ഉള്ളത് തന്നെയാണ്. അപ്പൊ അവരെ പ്രത്യേകം ഇങ്ങനെയൊന്ന് സംഘടിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള സംഘാടകരെ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നും ചേരാൻ ആഗ്രഹിച്ചിട്ടും എത്തിച്ചേരാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവാം. ചുരുക്കം ആളുകൾ ചിലപ്പോൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ വിട്ടുനിന്നവരും ഉണ്ടാവാം. അതുണ്ടാവും. വരും കാലത്തെങ്കിലും അവരെ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്. അതോടൊപ്പം നമ്മൾ പരമാവധി ആർഭാടങ്ങൾ, ഇതുപോലുള്ള ഒത്തുചേരലുകൾ, ആർഭാടങ്ങൾ പരമാവധി ചുരുക്കി ഗ്രമാഷ് ഒരു കഥയിൽ കൂടി നമ്മളോട് സൂചിപ്പിച്ചു. ഒരു ഗുരുശിഷ്യ അല്ലെങ്കിൽ സഹപാഠികൾ തമ്മിലുള്ള ബന്ധം എന്തിനൊക്കെ ഉപകരിക്കുമോ ആ രീതിയിൽ നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു കൈത്താങ്ങ് ആകേണ്ട സാഹചര്യം ഈ കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ, ചെറുതോ വലുതോ ആയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ കൂടി ഭാവിയിൽ നമ്മൾ ശ്രമിക്കണം. കൂട്ടായ ശ്രമത്തിൽ കൂടി ചെറുതോ വലുതായിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ സഹപാഠികൾക്ക് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ട് വരാതൊക്കെ നിൽക്കുന്നുണ്ടാവാം. അപ്പൊ വരും കാലത്ത് അത്രയും കാര്യങ്ങൾ കൂടി മുന്നിട്ടിറങ്ങണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയത്തിന്റെ പരിമിതിയുണ്ട്, അതുകൊണ്ട് മറ്റൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അവസാനിക്കും. ആരെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവർ എന്ന വാക്കിൽ എന്റെ അറിയിക്കുന്നു.
ഓസ്റ്റിൻ പറഞ്ഞ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് ജാള്യത ചമ്മല് അധ്യാപകരെ ഇങ്ങനെ ഒരു സംഗമത്തിൽ വിളിച്ചാൽ അവർക്കുണ്ടാകുന്ന ജാള്യത ആർക്കാന്ന് പറഞ്ഞില്ല. ഒരുപക്ഷെ ഓസ്റ്റിൻ ആൻഡ് ടീം നിങ്ങളെക്കാൾ ഏറെ ഇത്തരം കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന അധ്യാപകരാണ്. എന്താ കരുതറിയോ, നിങ്ങൾ എന്തൊക്കെയായി എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ എന്ന് നിങ്ങളെ കാണാൻ സാധ്യമല്ല. ഇതുപോലുള്ള സംഗമത്തിനെ നിങ്ങളെ കാണാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങളെ ക്ഷണിക്കുന്നതിന് അതൊരു പാപമല്ല, തെറ്റല്ലെന്ന് പറയട്ടെ. ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് എന്നോട് വിരോധമുണ്ടാവും ക്ലാസ്സിലെ ഓരോ കാര്യങ്ങൾ. ഇന്നും തുറന്നു പറയാം, ഇന്നും അടുത്ത് വന്നിട്ട് പിരിഞ്ഞു പോകുന്നവരൊക്കെ പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സോഷ്യലാണ്. പേടിക്കണ്ടില്ലേ? ക്ലാസ് കഴിഞ്ഞ ശേഷം ചീട്ട് കളിക്കുമെന്ന് അതെന്നെ കിടന്നു പോകും. ആ ചീട്ട് കളി എന്ന് പറയുന്നത് പൈസ വെച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. ആ 28 കളിക്കുമ്പോൾ ആ ഒരു ഓർമ്മശക്തി, ചെസ് കളിക്കുമ്പോഴത്തെ ആ ഒരു പ്രത്യേകത, അതെല്ലാം നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് പറയും. കൂടെ PSC ക്വസ്റ്റിന് വേണ്ടി കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്യുക, അതൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനിടയിൽ ഞങ്ങൾ സ്നേഹിച്ചതിൻ്റെ ആ ഒരു അർത്ഥം നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും പിടികിട്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ആയിത്തീർന്നില്ല എന്നുള്ളതല്ല, എന്തെങ്കിലും ആകണം എന്ന ആഗ്രഹത്തോടെയാണ് നിങ്ങൾ പഠിച്ചത്. രക്ഷിതാക്കൾ അതിനാണ് പഠിപ്പിക്കുന്നത് അല്ലേ? എന്തെങ്കിലും ആയിത്തീർന്നില്ല എന്നുള്ളത്. ഞാനൊന്നും ആയിത്തീർന്നില്ല, ഞാൻ പഠിച്ചു, ഞാൻ PG കഴിഞ്ഞവരാണ്, പഠിച്ചു, ഞാനൊന്നും ആയിത്തീർന്നില്ല. പക്ഷേ എൻ്റെ വിദ്യാഭ്യാസം ഡൽഹിയിൽ പോയി നല്ല ജോലി കിട്ടി. അതിനുശേഷം ഗൾഫിൽ പോയി, അവിടെ നല്ല ജോലി കിട്ടി. 2 രാജ്യത്ത് ജോലി ചെയ്തു. അവിടെയും ഏറ്റവും മേൽത്തട്ടിലുള്ള ഒരു പൊസിഷൻ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പ്രൊജക്ട് കോർഡിനേറ്റർ. അവിടെ എഞ്ചിനീയറിംഗ് കാരണമുള്ള ജോലിയാണത്. 3 ലക്ഷം രൂപയ്ക്ക് ശമ്പളം വീണ്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ബിന്ദു അറിയാൻ ഞാൻ. പക്ഷെ ഇപ്പോഴും വെറുതെ ഇരിക്കാറില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. വീട്ടിലാണെങ്കിലും പറമ്പ് കളയ്ക്കുക, വാഴ കഴുകുക, പിന്നെ ഒന്നുമില്ലെങ്കിൽ തന്നെ നട്ട ചെടിയുടെ വേര് എടുത്തത് ഇങ്ങനെ ഞാനിപ്പോൾ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, 10ാം ക്ലാസ് വരെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആരും വെറുതെ ഇരിക്കാൻ പാടില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഓസ്റ്റിൻ്റെ ആ വർത്തമാനത്തിന് മുമ്പ് ഞാൻ പതറിപ്പോയി, വരാതിരിക്കാൻ കഴിയില്ല. എനിക്കിന്നും ശശിഭാഷ പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു കമ്മിറ്റി മെമ്പർ മരിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പയ്യന്നൂർ പോയിട്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പാഞ്ഞു വന്നതാണ്. എനിക്ക് വൈകുന്നേരം അവിടെ എത്തി അവസരം പങ്കെടുക്കേണ്ടതുണ്ട്. മെല്ലെ പോകുള്ളൂ, നിങ്ങളെല്ലാം പോയി കഴിഞ്ഞ് പോകുള്ളൂ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ കൂടണം. അത് പറയാൻ കാരണമുണ്ടല്ലോ, പുതുതലമുറ ഇതൊന്നും അറിഞ്ഞുകൂടാ. തലമുറ മാറി, നമ്മുടെ തലമുറ കഴിഞ്ഞാൽ ഇനി സമൂഹം എന്താകുന്നുള്ളൊരു വലിയ ഖ്യാതി, വലിയ ദുഃഖം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ മക്കളും നമ്മളെ അനുസരിക്കില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ. കാലം അങ്ങനെയാണ്, സൊസൈറ്റി അങ്ങനെയാണ്. അപ്പോൾ ഇത്തരം കൂട്ടായ്മയിലൂടെ നമുക്ക് ആരോഗ്യം വർദ്ധിക്കും, മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കും. കാലം എന്തോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കൂടണം, നമ്മുടെ ആ ഓർമ്മകളെല്ലാം അയവർത്തിക്കൊണ്ടിരിക്കണം. വർഷത്തിൽ ഒരിക്കലും കൂടുന്നുള്ളൂ അല്ലേ, അത് നല്ല കാര്യമാണ്. ഇതിന് പിന്നിൽ വലിയ ത്യാഗമുണ്ട്. എല്ലാവരും ഇതിൽ വലിയ ത്യാഗികളായി മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല എന്താ പറയുക മാനസിക സുഖം ഈ ഇത്തരം സംഘത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നൊരു ആഗ്രഹത്തോടെ താങ്ക് യു. ആരാധനായ അധ്യാപകരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഞാൻ വരാൻ അല്പം വൈകി. കാരണം ഈ JNJP സ്കൂളിൽ തന്നെ ഒരു വർണ്ണക്കൂടാരം എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ കോർഡിനേറ്റർ ഞാനാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് വന്നത്. അതിനിടയിൽ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. മൊബൈൽ എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീട് റോഡ് സൈഡിലാണ്, വിക്രമാഷൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഓട്ടോക്കാരൻ്റെ കയ്യിൽ കൊടുത്തു വിടണം എന്ന് പറഞ്ഞു. അവരാദ്യം വന്ന് അന്വേഷിച്ച ബാറിലാണ്. ഒന്നുകിൽ JNJP സ്കൂളിലേക്ക് വരിക, അല്ലെങ്കിൽ ബാറിൽ 2ാം നിലയിൽ പ്രോഗ്രാം. ആരെന്നെ വന്നിട്ട് വക്കീല് മുകളിലുണ്ടോ? അപ്പം വക്കീൽ ഇന്നിങ്ങോട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഒരു ഓട്ടോയും പിടിച്ച്, അന്നേരമാണ് ശശിഭാഷ ഇങ്ങോട്ട് വരുന്നത്. ശശിഭാഷ ഞാൻ മൊബൈൽ എടുത്തിട്ട് വീട്ടിലെത്തിയാല് നിങ്ങൾ ബാറിലും പോയിട്ടില്ല, സ്കൂളിലെത്തില്ല, ഇങ്ങനെ പോയിട്ടില്ല. ഏതായാലും അവിടെ പോയി എടുത്തു. ഏതായാലും സുരക്ഷിതമായി ഇവിടെ എത്തി. എനിക്കൊരു വീണ്ടും അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഞാൻ അധികം സംസാരിക്കുന്നില്ല, എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഞാൻ ചുണ്ട സ്കൂളില് ഞാൻ അത്യാവശ്യം പബ്ലിക് പ്രോഗ്രാമിന് പോകുന്ന ആളാണ്. ഒരു പ്രാവശ്യം ആഗസ്റ്റ് 15 വിശിഷ്ടാതിഥിയായി പോവുകയുണ്ടായി. അപ്പൊ ഞാൻ ആദ്യം അധ്യക്ഷയായിട്ട് പ്രിൻസിപ്പളാണ്, പിന്നെ ലേഡി ആണ് ഉണ്ടായിരുന്നത്. അവരോട് ചോദിച്ച് എത്ര മണിക്കൂർ സംസാരിക്കും? ചെറിയ കുട്ടികളല്ലേ, 1 മണിക്കൂർ സംസാരിച്ചാൽ മതി. ഞാൻ 1 മണിക്കൂറും 10 മിനിറ്റും സംസാരിച്ചിട്ട് ഒരു കവിത കൂടി ചൊല്ലി നിർത്താം എന്ന് പറയുമ്പോൾ ഒരു കുറിപ്പ് 10 മിനിറ്റ് കൂടി പ്രസംഗിക്കാം. ഞാനേതായാലും കുറിപ്പ് തന്നല്ലേ, ഒരു 20 മിനിറ്റ് കൂടി സംസാരിച്ചു, കുറച്ച് കവിതയിലൊക്കെ ചൊല്ലി സംസാരിച്ച് നിർത്തി ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് അവരോട് ചോദിച്ചു, എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടോടെ? പ്രസംഗമൊന്നും മോശമില്ലായിരുന്നു,
പക്ഷെ 10 മിനിറ്റ് കൂടി പ്രസംഗിക്കാൻ പറഞ്ഞത് പായസം ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതുപോലൊരു അവസ്ഥ ചിലപ്പം ഞാൻ കൂടുതൽ സംസാരിച്ചു തന്നെ ഇവിടെ ഉണ്ടാവും. ചിലപ്പോ ഓസ്റ്റിൻ ഒരു കുറിപ്പ് കൊണ്ടുവരും, നിർത്തും. അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഏതായാലും ബഹുമാനപ്പെട്ട അധ്യാപകരെയും സഹപ്രവർത്തകരെയും പ്രിയപ്പെട്ട കുട്ടികളെയും എല്ലാം കാണാൻ ഒരു അവസരം ഉണ്ടായത് നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഗുരുതുല്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ മോഹം കൊണ്ട് ആണ് ഇവിടെ ഇന്ന് വന്നത്. അതിന് പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല എനിക്ക്. എങ്കിലും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റിന്റെ വാക്കുകൾ വല്ലാതെ ഹൃദയത്തിൽ സ്പർശിച്ചു. അത് ഇങ്ങോട്ടുള്ള വരവിന് ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. അതിലുപരിയായി അധ്യാപക സുഹൃത്തുക്കൾ ഇവരെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പലരെയും കാണുന്നത്. നിങ്ങളെയും അതുപോലെ തന്നെ ഇതില് കണ്ട് സോമനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞങ്ങൾ വാല്യുവേഷൻ ക്യാമ്പിൽ ഒന്നിച്ചുണ്ടാവാറുണ്ട്. അതുകൊണ്ട് സോമനെ കാണാറുണ്ട്. പിന്നെ മുരളി അത്യാവശ്യം വിളിക്കാറുണ്ട് ചില ആവശ്യങ്ങൾക്കായിട്ട്. പിന്നെ കാസിമിനെ കാണാറുണ്ട്. ജെയിംസിനെ ഒരിക്കൽ വിളിച്ചിരുന്നു. ശശിയൊക്കെ വളരെ വർഷത്തിന് ശേഷമാണ് ഇപ്പൊ നേരിട്ട് കാണുന്നത്. ശശിയുടെ വെളുത്ത മുടിയൊക്കെ കാണുമ്പോൾ എനിക്ക് ആള് തിരിഞ്ഞില്ല ആരാണ്. കാരണം ഇവരൊക്കെ വരുന്നതിന് മുമ്പേ പാരലൽ കോളേജ് ഫീൽഡിലേക്ക് വന്ന ആളാണ്. 1986 മുതൽ പാരലൽ കോളേജിലുണ്ട്. ആ പോക്ക് 94 വരെ ഉണ്ടായിരുന്നു. 95-ലാണ് ഞാൻ സർവീസിൽ കയറുന്നത്. 2022 റിട്ടയർ ചെയ്തു. അപ്പം ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റിന് ശേഷം ഇപ്പൊ ചെറുതായിട്ട് അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോ ഇതിനിടയിലാണ് ഈ ഓസ്റ്റിന്റെ വിളിയും ആ വോയിസും വരുന്നത്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ തോന്നി ആ പഴയ മുഖങ്ങളൊക്കെ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ പ്രത്യേകതയുണ്ട്. കാരണം എന്റെ അടുത്ത് ഒരുപാട് അടിയും ഉണ്ടൊക്കെ വാങ്ങിയാണ്. അതെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ ബന്ധങ്ങളും കടപ്പാടുകളും ഓർമ്മകളും ഒക്കെ അവശേഷിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് പുതുക്കുക, ആ മുഖങ്ങളൊക്കെ ഒന്ന് പരിചയമാവുക. ഇതൊക്കെ വലിയ കാര്യമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ബാച്ചിൽ പെട്ട ആളാണെന്ന് അറിയില്ല, ഒരു വിനോദുണ്ട് കമ്പല്ലൂരിൽ. അപ്പൊ എന്ന് പറഞ്ഞാല് സാക്ഷിയായിട്ടും പ്രതിയായിട്ടും വാദിയായിട്ടൊക്കെ കൈക്ക് പിടിച്ച അടുത്തത് അടിയാണ്. അപ്പൊ കൈക്ക് പിടിച്ചോ മിക്കവാറും അത് അടിയാണ്. പക്ഷെ കൈക്ക് പിടിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണെന്നും ഒക്കെ മനസ്സിലാകുന്നത്. അവനിപ്പോ CA ആണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പരിചിതമായ മുഖങ്ങള് പല കാര്യങ്ങൾക്കും പല ഓഫീസുകളിലേക്കും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഒക്കെ നടക്കുമ്പോഴും നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്നു, അല്ലെ അവരിപ്പോഴും സ്നേഹനിധികളാണ് എന്ന് തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ അധ്യാപകന് ഉണ്ടാകുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ഇപ്പോ നിങ്ങളുടെ കാലയളവ് എന്ന് പറയുന്നത് ഏകദേശം 10-32 വർഷത്തിന് മുമ്പത്തെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്. അധ്യാപന മേഖലയില് തീർത്തും വ്യത്യസ്തമായ ഒരു കാലഘട്ടമാണ്. ഇന്ന് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനവും അതുപോലെ തന്നെ ആദരവും വളരെ കുറവാണ്. എന്നാൽ അധ്യാപകർ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ പുറത്തു വന്ന് തല്ലുന്ന കുട്ടികളാണ്. മോശം എന്തുണ്ടെന്ന് ചോദിച്ച് പുറത്തു വന്ന് തല്ലുന്ന ടൈപ്പുള്ള കുട്ടികളാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു അച്ചടക്കമുള്ള ഒരു കാലഘട്ടത്തിൽ അധ്യാപകനായിട്ടിരിക്കാനും ആ കാലഘട്ടത്തിൽ ഒരു തലമുറയ്ക്ക് നമ്മൾ രണ്ടു വാക്ക് പറഞ്ഞു കൊടുക്കാനും അതിൽ നിന്നുണ്ടാകുന്ന സ്നേഹം അനുഭവിക്കാനും കഴിയുക എന്ന് പറയുന്നത് വലിയൊരു സുഖമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് രാവിലെ തന്നെ ഇവിടെ എത്താൻ ശ്രമിച്ചു. പക്ഷെ അല്പം വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. പങ്കെടുക്കാൻ കഴിഞ്ഞു. പണ്ട് കണ്ട പല മുഖങ്ങളും കാണാൻ കഴിഞ്ഞു. കൂടുതൽ പരിചയപ്പെടാം. ഓരോരുത്തരെയും പേര് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നില്ല മനസ്സിൽ. അപൂർവമായി ചില മുഖങ്ങൾ മാത്രമേ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മയിലേക്ക് വരുന്നുള്ളൂ. എങ്കിലും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏത് പരിപാടിയാണെങ്കിലും അതിന്റെ സംഘാടനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് 10-32 വർഷത്തിന് മുമ്പുള്ള ആൾക്കാരുടെ അഡ്രസ്സ് കണ്ടുപിടിക്കുക, അല്ലെ അവരെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യുക,
ഇങ്ങനൊരു സ്ഥലത്തേക്ക് എത്തിക്കുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെ വിദഗ്ധമായി വളരെ കാര്യക്ഷമതയോടുകൂടി കൈകാര്യം ചെയ്ത് ഈ വേദി ഇവിടെ ഒരുക്കി ഇവിടെ എല്ലാവരെയും ഒത്തുകൂട്ടാൻ കഴിഞ്ഞതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള പങ്ക് വളരെയധികം പ്രശംസനീയമാണ്. അപ്പം എല്ലാവരെയും കാണാൻ കഴിഞ്ഞു, അധ്യാപക സുഹൃത്തുക്കളൊക്കെ കാണാൻ കഴിഞ്ഞു, വിദ്യാർത്ഥികളായ നിങ്ങളെയും കാണാൻ കഴിഞ്ഞു. ഈ വേദി ഒരുക്കി തന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദിയും കൂടെ അറിയിക്കുകയാണ്. എൻ്റെ വാക്കുകൾ റജി തിരുമേലിലാണ് വീട്. ഇപ്പോൾ UK-ലാണ്. 15 വർഷമായിട്ട്. ഞാൻ ഗോപി, കൊല്ലാടെയാണ് താമസം. ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നു. 5 വർഷം മുമ്പേ ഗൾഫിലായി. എൻ്റെ പേര് ജോസൂട്ടി, ഞാൻ ചെറുപാറയാണ്. എൻ്റെ പേര് ജോസൂട്ടി, ഞാൻ ചെറുപാറ ഭാഗത്താണ് വീട്. സാധാരണ വഴിയാണ്. എൻ്റെ പേര് ബിനു മാത്യു, ഞാൻ പ്രാപ്പോയിലാണ് വീട്. മഞ്ഞക്കട ചെറിയ കട നടത്തുന്നു. അറിയപ്പെടുന്ന വലിയ പലചരക്ക് വ്യാപാരിയാണ്. എന്റെ പേര് അരവിന്ദൻ, ഞാൻ പാഴ്ചാല് പട്ടൂത്ത് ഗൾഫിലായിരുന്നു. ഇപ്പൊ നടത്തുന്നത് അരവിന്ദന്റെ മോളും എന്റെ മോളും ഒന്നിച്ച് പഠിച്ചത്. അതെ അതെ. ഞാൻ റോബിൻ ജോർജ്, തിരുവേലിലാണ് വീട്. ചെറുപുഴ ഷെയർ ബോക്സിംഗ് സ്ഥാപനം. ടോംസൺ, തിരുവേലിലാണ് താമസം. എൻ്റെ പേര് അജികുമാർ, ചെറുവാറ. പിന്നെ ഇപ്പം ബാംഗ്ലൂരാണ് ബിസിനസ് ചെയ്യുന്നത്. ഭാര്യ 2 പെൺകുട്ടികൾ. പക്ഷെ വേറെ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ എന്നുള്ള രീതിയിൽ അതൊരു അബദ്ധത്തിൽ അങ്ങനെ ചെയ്തു പോയി. സന്തോഷം, അത്രയേ ഉള്ളൂ. അതെ, അതിനകത്ത് തുടങ്ങി വെച്ചത് പുള്ളിയാണ്. അത് ഒരു പ്രാവശ്യം ബാംഗ്ലൂര് നമ്മുടെ ജോജി കൊച്ചിനെ ചേർക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ കണ്ടു. കുറച്ച് ഫ്രണ്ട്സിനെ, അരവിന്ദനെയും പോസ്റ്റിനെയൊക്കെ, എനിക്ക് വിജയനെയൊക്കെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു തറക്കല്ലിടണ്ടേ, അങ്ങനെ ഇട്ടു. അത് പിന്നെ അങ്ങ് പൊങ്ങി, കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അധ്യാപകരിൽ ഞാൻ ആകപ്പാടെ പഠിപ്പിച്ചതിന് ശേഷം കണ്ട ഒരേ ഒരു സാർ സജീവ് സാറാണ്. ഞങ്ങൾ ഡൽഹിയിൽ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കൊച്ചിന്റെ ബർത്ത്ഡേക്കോ സാറിന് കൊച്ചൊക്കെ ഉണ്ടായപ്പം കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയും ഞാൻ കണ്ടിരുന്നു. കൊച്ചിനെ കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം. മുത്തച്ഛനുമായി നല്ല കാര്യം, സന്തോഷം. അങ്ങനെ ഞങ്ങൾ അതേ ഉള്ളൂ. ഗ്രൂപ്പിന്റെ ഒരു നട്ടലാണ്. ഗുരുജനങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം, സഹപാഠികൾക്കും നമസ്കാരം. ഏതായാലും ഇത്രയും നിങ്ങൾ കൊല്ലുന്ന സ്ഥിതിക്ക് 2 വാക്ക് പറഞ്ഞ് ഞാനും കൊല്ലാൻ ഉദ്ദേശിക്കുകയാണ്. പേര് വിജയൻ, 26 വർഷം ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ തൃക്കരിപ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ക്രൈസ്റ്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഉള്ള മുഖ്യമായ ഒരു ഭാഗമാണ് ക്രൈസ്റ്റ് കോളേജ്. ഞാൻ വയക്കര സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അത്യാവശ്യം രാഷ്ട്രീയവും സ്പോർട്സും ഒക്കെ ഉള്ളത് കൊണ്ട് 10ാം ക്ലാസ് പാസ്സായില്ല. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാകാൻ വേണ്ടിയിട്ട് ക്രൈസ്റ്റ് കോളേജിലേക്കാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഏതൊരു തൊഴിലിനും മിനിമം യോഗ്യത 10ാം ക്ലാസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് ജയിച്ചത് ക്രൈസ്റ്റ് കോളേജിൽ നിന്നാണ്. ആ 10ാം ക്ലാസ് ആ കടന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഏത് മനുഷ്യന്റെയും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞൊരു തൊഴിൽ, അതുപോലെ ഒരു നല്ല കുടുംബജീവിതം. ക്രൈസ്റ്റ് കോളേജിൽ വന്നതുകൊണ്ട് തന്നെ എനിക്കൊരു കുടുംബിനിയെ കിട്ടി. അത് ഇവിടെയുള്ള അധ്യാപകർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. എൻ്റെ കുടുംബിനി എൻ്റെ സഹപാഠി തന്നെയാണ്, ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു വിശിഷ്ടമായ ഒരു ഭാഗം തന്നെയാണ് ക്രൈസ്റ്റ് കോളേജ്. അതിൽ ഒരുപാട് അഭിമാനം. താങ്ക് യു. കൂട്ടത്തിലുണ്ടായിരുന്ന അടുത്ത സുഹൃത്തുക്കളായ ഞങ്ങൾ പോലും അറിഞ്ഞില്ല ഇത് 2 ഇങ്ങനെ പ്രേമിക്കുന്നത്. പിന്നെ എന്റെ പേര് ഓസ്റ്റിൻ, ചെറുപുഴയിലാണ്. ഫോട്ടോഗ്രാഫി, പത്രപ്രവർത്തനം, അല്ലാതെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ അധിക യോഗ്യതയായിട്ട് പറയാൻ
ഹാർട്ടിന് 2 ബ്ലോക്ക് ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ആകെ മൊത്തം നല്ല VIP രോഗങ്ങളൊക്കെ ഉള്ള ആളാണ്. ഞാൻ സതീശൻ കൊല്ലാട. എന്റെ പേര് റെജി, വീട് ചെറുപാറയായിരുന്നു. ഇപ്പം കല്യാണം കഴിച്ചത് പെരിഞ്ഞോ. അവിടെ വലിയ ഫാം നടത്തുന്നുണ്ട്. 2 മക്കളുണ്ട്. ആ ഫാമിലേക്ക് നമ്മളെ വലിയ ഫാം നടത്തുന്നുണ്ട്. അല്ല, എന്തല്ലോ കുറെ പരിപാടിയുണ്ട്. എന്റെ പേര് അനിത. ഞാൻ തിരുമേനിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പാടിച്ചാലി താമസിക്കുന്നു. അത്ര പോലെ. എന്റെ പേര് സിറ്റി ഫ്രാൻസിസ്. ഞാൻ തിരുമേനിയിലായിരുന്നു. ഇപ്പൊ ചെമ്പേരി താമസിക്കുന്നു. എന്റെ പേര് വിമല. ഞാൻ അംഗൻവാടി വർക്കറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പൊ പാടിച്ചാലി താമസിക്കുന്നു. എന്റെ പേര് മിനി. മാലോത്ത് താമസിക്കുന്നു. എന്റെ പേര് ഹേമ. ഞാൻ വങ്ങാട് താമസിക്കുന്നു. എന്റെ പേര് എൽസമ്മ. ഇപ്പോൾ ചിറ്റാരിക്കാല് താമസിക്കുന്നു. എന്റെ പേര് ലിൻസി. പുളിയോത്ത് താമസിക്കുന്നു. എന്റെ പേര് ബിൻസി. ഞാനിപ്പം കുന്നുകൈയാണ് താമസിക്കുന്നത്. എന്റെ പേര് ഷിനി. ഇപ്പം മാമ്പോയിലാണ് താമസിക്കുന്നത്. നേരത്തെ തിരുമേനിയായിരുന്നു. ഞാൻ ആലക്കോട് താമസിക്കുന്നു. എൻ്റെ പേര് മിനി. ഞാൻ ആദ്യം കൊല്ലാടിയായിരുന്നു. ഇപ്പം ചെറുതാഴത്താണ് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ ഈ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കാൻ വരാനൊരു ഭാഗ്യം സിദ്ധിച്ചത് രവി മാഷാണ്. രവിയേട്ടൻ. അന്നേരം ഞാൻ രവിയേട്ടനാണ് വിളിക്കുന്നത്. അപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് ഞെരുങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ വന്നിട്ട് ഞാൻ തന്നെ ചോദിക്കുക, മാഷ എനിക്ക് പഠിക്കണമായിരുന്നു, ഫീസ്. അന്നേരം പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് രവി മാഷാന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്ത്, പക്ഷെ കുറച്ച് വൈകും ഫീസ് തരാൻ എന്നൊക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് രവിയേട്ടനാണ്, മാഷാണ്. ആ വിളിച്ച ശീലമായതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം ആ മാഷിനോടും ആ ക്രൈസ്റ്റ് കോളേജിനോടും ഏറെ ബഹുമാനം. ഇന്ന് ഈ നിലയിലെത്താനും ഇവിടെ കൂടാനും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റിന്റെ ഒരേ നിർബന്ധമാണ് വന്നേക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം പഞ്ചായത്തില് ചെറുതാഴം ഞാൻ സീനിയർ CRP ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അവിടുത്തെ ചാർജ് ഉണ്ട്. അപ്പം 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള മേളയുണ്ട് ഇവിടെ. അവിടെ അതിന്റെ ചാർജ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പോകേണ്ടതാണ്. ഹോസ്റ്റൻ ഒരേ നിർബന്ധം, നിന്നെ അവിടുന്ന് പിടിച്ച് ഞാൻ ഇവിടെ കൊണ്ട് നിടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്റ്റൻ അവിടെ വന്ന് പിടിക്കണ്ട വിചാരിച്ചു. പിന്നെ ക്രൈസ്റ്റ് കോളേജിലെ കുറെ അനുഭവങ്ങളുണ്ട് നമുക്ക്. മാഷ് അന്ന് ചെറ്റപ്പരി ആയതുകൊണ്ട് അല്ലെ, ഓല മറിച്ചതായതുകൊണ്ട് നമ്മൾ ഓല മുറിച്ചിട്ട് നമ്മള് സിനിമയ്ക്കൊക്കെ പോയതൊക്കെ ഓർമ്മയുണ്ട്. അന്ന് പറയാൻ പാടില്ല, പ്രിൻസിപ്പാള് പിടിക്കോ. എന്റെ പേര് ആൻസി. നേരത്തെ തിരുമേലിലായിരുന്നു. ഇപ്പൊ കോലുവള്ളിയില്. ജോലി ഇപ്പം നാട്ടിൽ തന്നെ. സിംഗപ്പൂരായിരുന്നു കുറെ കാലം. പിന്നെ ചപ്പാത്തി പൊറോട്ട ഉണ്ട്. ഒരാൾക്ക് ബീഫ് കറി
പരിപാടിക്കൊന്നും ആ വണ്ടി തന്നെയാണ് എടുക്കുന്നത്. വന്നിട്ടുള്ള